അസ്സലാമലൈക്കും. എല്ലാവർക്കും നമസ്കാരം. സെയ്ദിൽ ബി ചെർപ്പശ്ശേരിയുടെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, ഇന്ന് നമ്മളുള്ളത് ചൂലിപ്പാടം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ചൂലിപ്പാടം എവിടെയെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയുടെയും തൃശ്ശൂർ ജില്ലയുടെയും ബോർഡറാണ് കേട്ടോ. എളനാട്ടിൽ നിന്ന് കറക്റ്റ് 6 കിലോമീറ്റർ. അതുപോലെ തന്നെ പഴയന്നൂർ ഇവിടെ അടുത്താണ്. അതുപോലെ തന്നെ നമുക്ക് തൊട്ട് ഈ ബസ് റൂട്ട് 100 മീറ്റർ മാത്രമാണ്. എളനാട്ടിൽ നിന്ന് വരുന്ന ബസ്സുകളാണ് കൊല്ലങ്കോട് അല്ലേ? കൊല്ലങ്കോട് പോണ ബസ് റൂട്ടല്ലേ? തൃശ്ശൂർ, പാലക്കാട് എല്ലാ ഭാഗത്തുള്ള ബസ്സുകളും കിട്ടും. ബാക്കി ഇൻഷാ അല്ലാഹ് നമ്മൾ കണ്ടതിന് ശേഷം പറഞ്ഞുതരാം. ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ആദ്യം തന്നെ ഞാൻ എഴുതി കാണിച്ചിരുന്നു. 13,13,000 റുപ്യാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കുന്നത് എന്താന്നുള്ളത്? 13 ലക്ഷം ഫിക്സഡ് റേറ്റ് ആണ്. 1 രൂപ പോലും ഇതിന് കമ്മിയാവില്ല. ഇവർ 15 കമ്മിയാക്കി കൊടുക്കില്ല എന്ന് പറഞ്ഞാണ് നമ്മൾ ഇതിന് വില നിർബന്ധിച്ചിരിക്കുന്നത്. 13 ലക്ഷം രൂപയാണ് ഈ വീടും 19 സെന്റ് സ്ഥലത്തിനുള്ളത്. റിക്കാർഡുകളൊക്കെ ക്ലിയർ ആണ്. പിന്നെ 13,000 റുപ്യ ബിസ്മി റിയൽ എസ്റ്റേറ്റിന് വെറും കമ്മീഷൻ വെറും 13,000 റുപ്യ നിങ്ങൾക്ക് തരണ്ടു. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇത് കണ്ടതിന് ശേഷം നമുക്ക് മറ്റു കാര്യങ്ങളിലേക്കാണ് കിടക്കാം കേട്ടോ. അപ്പൊ പ്രിയപ്പെട്ട ഹബീബികളെ, ഇതാണ് നമ്മുടെ ബസ് റൂട്ട്. ഈ ബസ് റൂട്ട് എന്ന് പറഞ്ഞാൽ കോട്ടയത്ത് നിന്ന് നേരിട്ട് തൃശ്ശൂർ വഴി ഇങ്ങോട്ട് ബസ് ഉണ്ട് കേട്ടാ. ഇവിടേക്ക് എളനാട്ടിൽ നിന്ന് വരുന്ന റോഡ് എളനാട്ടിക്ക് 5 കിലോമീറ്റർ ആണ്. ഇവിടേക്ക് എന്താ സ്ഥലപ്പേര് പറഞ്ഞു? നമ്മുടെ ഈ സെന്ററിലേക്ക് ചൂളിപ്പാടം സെന്ററാണിത്. ചൂളിപ്പാടം ബസ് സ്റ്റോപ്പാണിത്. മാത്രമല്ല അത് കടകളുണ്ട്, സൗകര്യങ്ങളുണ്ട്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബികൾ ദൂരത്ത് നിന്ന് വരുന്നവരോട് ഒറ്റ റിക്വസ്റ്റ് ആയിരിക്കുള്ളൂ. കാരണം എന്താ, ചിലപ്പോൾ അവിടുന്ന് വരുമ്പോഴേക്കും ഇവിടെ അഡ്വാൻസ് ആവും. അപ്പൊ നമ്മളൊന്നും പറയരുത്. കാരണം ഇതൊക്കെ വേഗം പോകണം. 24 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 48 മണിക്കൂർ കൊണ്ട് ഇതിന് അഡ്വാൻസ് ആവും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അതാണ് ഫിക്സഡ് റേറ്റ് ഇടുന്നത് ചാനലിൽ. ഇപ്പോൾ ഫിക്സഡ് റേറ്റ് ആണ് ഇടുന്നത് 13 ലക്ഷം. അപ്പൊ അതുകൊണ്ട് എന്റെ ഹബീബുകൾ ദൂരത്തുനിന്ന് വരുന്നോട് ഒരു കാര്യം പറയണ്ട എനിക്ക്. ഇവിടുന്ന് തൃശ്ശൂർക്ക് ബസ് ഉണ്ട്, എളനാട്ടിക്ക് ബസ് ഉണ്ട്, അതേപോലെ കോട്ടയം വരെയുള്ള ബസ് ഉണ്ട്. ഇങ്ങോട്ട് പോയ വടക്കഞ്ചേരി, ആലത്തൂർ വഴി അങ്ങനെ പോയിട്ട് അങ്ങോട്ട് ബസ് ഉണ്ട്, പഴയന്നൂർക്ക് ബസ് ഉണ്ട്. എല്ലാ ബസ് റൂട്ടിലാണ് കേട്ടോ. ഈ ബസ് റൂട്ടിൽ നിന്ന് കറക്റ്റ് 100 മീറ്റർ ആണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് പോകേണ്ട ദൂരം. വടക്കഞ്ചേരി, കണ്ണമ്പ്ര, എളനാട്, ആ കാളിയ റോഡ് അത് മനസ്സിലാൽ എവിടേക്ക് വരുന്നത്? ചേലക്കര, ഷൊർണൂരിൽ വരുന്ന ബസ്സാണ് കേട്ടോ. ഷൊർണൂരിൽ വരുന്ന ബസ്സാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പള്ളി, മദ്രസ ഇതിന് തൊട്ടടുത്തുണ്ട്. 100 മീറ്റർ 150 മീറ്റർ ചുറ്റളവിൽ പള്ളിയുണ്ട്, മദ്രസ ഉണ്ട്, മറ്റുള്ള സൗകര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാ വിഭാഗക്കാർക്കും താമസിക്കാൻ പറ്റിയ ഏരിയയാണ്. യാതൊരു സംശയമില്ല. അടിച്ചാപ്പൊളി വീടാണ് 19 സെന്റ് സ്ഥലത്ത് കേട്ടോ. അപ്പൊ അത് കണ്ടിട്ട് നമുക്ക് വരാം. ഈ റോഡിനാണ് പോയി ബസ് സ്റ്റോപ്പിന്റെ അരികിൽ കൂടെ ആ തിരുവിലാണ്. ഇത്ര ദൂരമുള്ളൂ, 100 മീറ്റർ കേട്ടോ. അപ്പൊ ഇതാണ് പൊന്നാര ഹബീബിങ്ങളെ ഈ വീടിന്റെ പരിസരമാണ്. ഇത് ചൂലിപ്പാടം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ചൂലിപ്പാടം എവിടെയെന്ന് ചോദിച്ചാൽ ഈ ബസ് റൂട്ടിൽ നിന്ന് ചൂലിപ്പാടം ബസ് റൂട്ട് അവിടെയാണ്. അവിടെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു 100 മീറ്റർ ആ വിറക് അടുക്കുന്നതിൻ്റെ ഓട്സിൻ്റെ തൊട്ടപ്പുറത്താണ് ബസ് റൂട്ട് കേട്ടോ. വടക്കഞ്ചേരി എളനാട് ബസ് റൂട്ടാണ്. അങ്ങനെ ആ റോഡ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പോകേണ്ട വീട് ഈ വീടിന്റെ നേരെ പുറകിൽ ഇതാണ് നമുക്ക് ഇതിലേക്കുള്ള റോഡ് കേട്ടോ. ഒരു കാറിന് വരാനുള്ള വീതിയുണ്ട്. നമുക്കിങ്ങനെ വന്നു കഴിഞ്ഞാൽ വീട്ടിലേക്കുള്ള എൻട്രൻസ് ആണ് ഈ കാണുന്നത്. ഈ കാണുന്ന ഗേറ്റ് ഈ വീടിന്റെയും ഇടയിൽ ഇതാ ഈ ഗേറ്റ് കേട്ടോ. ഈ ഗേറ്റ് ഇപ്പൊ ഇങ്ങനെ കെട്ടിന് എന്താന്ന് വെച്ചാൽ ഞാൻ അന്വേഷിച്ചു. ഇതിപ്പോ എന്തെങ്കിലും ഒരു പച്ച വരിട്ട് കെട്ടിക്കൊണ്ട് വെച്ച് നോക്കുമ്പോ പിന്നെ ഇവിടെ നായ്ക്കളാണ് കിടക്കണ്ട, പട്ടികൾ കിടക്കണ്ട എന്ന് വിചാരിച്ച് ചെയ്തിക്കാന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇതിലേക്ക് കടന്നു കഴിഞ്ഞാൽ നല്ല കാഴ്ചയുള്ള സ്ഥലമാണ്. 19 സെന്റ് സ്ഥലമാണ് കേട്ടോ. 19 സെന്റ് സ്ഥലം, അടിച്ചാപ്പൊളി സ്ഥലം. കേറിയിടുമ്പോ തന്നെ നമുക്ക് നല്ലൊരു തൈ കാണാം കണ്ടോ. പ്ലാവ്, നല്ലൊരു വീടും ഇതിലുണ്ട്. തൈ കഴിഞ്ഞാൽ അതിന് തൊട്ട് തന്നെ നമുക്ക് കയ്പം വേപ്പിന്റെ ഉണ്ട്, അതുപോലെ തന്നെ തെങ്ങുണ്ട് കേട്ടോ. അതിൽ ഒരുപാട് മരങ്ങളുണ്ട്. ഒരുപാട് മരങ്ങൾ നമുക്ക് 4 പുറം ഒന്ന് കണ്ടിട്ട് വരാം. ഓപ്പൺ കിണർ, വെള്ളം ഇഷ്ടം പോലെ കേട്ടോ. ഇവിടെയൊക്കെ മാവും തൈയുണ്ട്, പ്ലാത്തൈയുണ്ട് കേട്ടോ. ഒരു വീട്ടിലേക്ക് എന്തൊക്കെ ആവശ്യിച്ചോ അതൊക്കെ ഉണ്ട് ഇവിടെ ഒരു മാവുണ്ട്. അപ്പൊ ചക്കക്കും മാങ്ങക്കൊന്നും പ്രശ്നമില്ല കേട്ടോ. ഇതിന്റെ ബാക്കിൽ ഇങ്ങനെ പോവാ. ഇങ്ങനെ വന്നു കഴിഞ്ഞാലേ ഫുള്ള് കാണിച്ചു തരാം. 19 സെന്റ് സ്ഥലം ഫുള്ളും കാണിച്ചു തരാം. സ്ക്വയർ സ്ഥലമാണ്. ഇവിടെ നമുക്ക് കമ്പിവേലി, ഈ ഒരു സൈഡ് കമ്പിവേലി കണ്ടോ. ഇവിടെയൊക്കെ കണ്ടോ നല്ലൊരു പച്ചപ്പുള്ള തൊടിയാണ് കേട്ടോ. പച്ചപ്പുള്ള തൊടി പറഞ്ഞാൽ പച്ചപ്പുള്ള തൊടിയാണ്. ഈ മഞ്ഞളൊക്കെ ഉണ്ടല്ലോ ഇവിടെ, മഞ്ഞള് ഇതാ ഇവിടെയൊക്കെ പ്ലാത്തയ്യാണ് അല്ലേ. നമ്മളെല്ലാ ഭാഗം കാണിച്ചു തരുന്നത് എന്താ അറിയോ? ഇതങ്ങോട്ട് വരി. എല്ലാ ഭാഗം കാണിച്ചു തരുന്നത് എന്താ വെച്ചാല് എല്ലാം കാണണം.
അടിച്ചാപൊളി സ്ഥലം. നല്ല മുരിങ്ങ ഉണ്ട് ഇവിടെ, നിറയെ പ്ലാത്തയും മാവുമാണിത് കേട്ടോ. മഞ്ഞളൊക്കെ ഉണ്ട്, പച്ചമഞ്ഞൾ. ഇതോ ബാക്കിലാണെങ്കിൽ ഇവിടെ തെങ്ങുകൾ, നല്ല കായ്ഫലുള്ള 3-4 തെങ്ങ്, നല്ല കായ്ഫലുള്ള, യാതൊരു സംശയമില്ല. തൊട്ടൊക്കെ വീടുകൾ കണ്ടോ. കാണാ ഹബീബികളെ, 19 സെന്റ് സ്ഥലം വീടാണ്. വെറും 13,13,000 ഉറുപ്പ്യാണ് ഇതിന്റെ വില. 13,13,000 ഉറുപ്പ്യ. നെഗോഷ്യബിൾ ഇല്ല. കാരണം എന്താ പറയുക, വെറുതെ നിങ്ങൾ ദൂരത്ത് നിന്ന് വന്നിട്ട് ബുദ്ധിമുട്ടുണ്ടാച്ചിട്ടാണ്. നെഗോഷ്യബിൾ ഇല്ല. ഇതിനൊക്കെ വീടുകൾ കണ്ടോ. നല്ല അവിടെ തേക്കും തൈ ഉണ്ട്, ഇവിടെ തെങ്ങും തൈ ഉണ്ട്. കായ്ഫലം തുടങ്ങിയിട്ടില്ല. കായ്ക്കുന്ന തെങ്ങുകൾ അവിടെ ഉണ്ട് 3-4 ഒരു അതിരാണിത്. അപ്പൊ എല്ലാ ഭാഗത്തു കൂടി അതിര് വളരെ കറക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് അല്ലേ. ഈ ഭാഗം കാണിച്ചു, ആ മൂലക്കൊക്കെ പ്ലാത്തേക്കുണ്ട്. അതൊക്കെ കാണിച്ചു കൊടുക്കുക. ആ വീടിന്റെ മൂലക്കെ കണ്ടോ, ആ വീടിനോട് ചേർന്നിട്ട് ഇവിടെ മൂലക്കെ പ്ലാത്തേക്കുണ്ട്. അപ്പൊ ചക്കയ്ക്കും മാങ്ങയ്ക്കും തേങ്ങയ്ക്കും ബുദ്ധിമുട്ടില്ല. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ, നല്ല വാഴന്റെ ഇല, വാഴ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇല വെട്ടിയിട്ട് ഊണ് കഴിക്കുക. നാടൻ സദ്യ ഉണ്ണാൻ പറ്റിയല്ല. ഇത് വീടിന്റെ ബാക്ക് സൈഡാണ്. ഇവിടെ നമുക്കൊരു ഷെഡ് കാണുന്ന ഹബീബികളെ. ഷെഡ് എന്താ, ഷീറ്റ് ഇട്ടിട്ടാണ് ഈ വിറക് പട്ട വകയൊക്കെ ഇടാൻ വേണ്ടി. ഇതാ കാണിച്ചു കൊടുക്കാം. ഈ റൂട്ടിൽ ഇപ്പോൾ വരില്ല, ഈ മുന്നിലേക്കാ പോണ്, വീടിന്റെ ഉള്ളിലേക്കാ പോണ്. അപ്പൊ ഇതൊന്ന് കാണിച്ചു കൊടുക്കും. വിറകും പറ്റില്ല, നല്ല ഷീറ്റ് ഇട്ടിട്ടാണ്. നല്ല പൈസ ഇറക്കിയിട്ടാണ് പരിപാടിയൊക്കെ. ഇതാ ഞാൻ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് കണ്ടില്ലേ, ഇനി വരി. ഇനി നമുക്കിവിടെ ഓപ്പൻ കിണർ കാണാണ്ട്, കിണർ കാണാം. കിണറും കൂടി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, വീട്ടിന്റെ ഉള്ളിലേക്കാണ് പോവാം. ഓപ്പൻ കിണർ കോഴിക്കോടൊക്കെ നമുക്ക് കൊടുക്കല്ലേ ഇതിന്റെ കൂടുതല്. കോഴിക്കോട് നിങ്ങൾ കൊണ്ടുപോകുമോ? എന്തിനാ കോഴിക്കോട് കൊണ്ടുപോകും? ഇവിടെ ഫെബ്രുവരി 3-ാം തീയതി വീടിരിക്കലാണ് അല്ലേ. വീടിരിക്കൽ കാരണം കൊണ്ടൊക്കെയാണ് ഇത് കൊടുക്കുന്നത്. അത് ശരി. നല്ല ഓപ്പൻ കിണറിട്ടോ, വലയൊക്കെ ഇട്ട് നല്ല വെള്ളമൊക്കെ ഉണ്ട്. ഈ വലയൊക്കെ കെട്ടയച്ച് നിങ്ങൾക്ക് വെള്ളം കാണിച്ചിട്ടാൽ ബുദ്ധിമുട്ടാ. വെള്ളത്തിൽ നമുക്ക് എപ്പോഴും ഉണ്ടാവൂലേ ഇല്ലാത്താ വെള്ളം പറ്റൂല. അതെ, ഇവിടുന്ന് വെള്ളം കൊണ്ടുപോകില്ല എല്ലാവരും. അപ്പൊ വെള്ളം പറ്റൂല, അത് താത്ത പ്രത്യേകം പറയുന്നുണ്ട്. ചോദിച്ചാലും പറയും. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടാ. അപ്പൊ വെള്ളം കാലാകാലം ഉണ്ട്. പൈപ്പ് വെള്ളം മാറിയുണ്ട്. ശരി. കണക്ഷൻ ഉണ്ട് അല്ലേ. കണക്ഷൻ അല്ലേ. ഇതാ കണക്ഷൻ വെള്ളം എപ്പോഴും വരുന്നുണ്ട്. അപ്പൊ കിണറ്റിലെ വെള്ളമുണ്ട്, പൈപ്പും വെള്ളമുണ്ട്. രണ്ടും ഉണ്ട്. കോഴിക്കോട് ഇതിൽ പാടില്ല. വേണമെങ്കിൽ വേറെ പൈസ തരണം. ആയിക്കോട്ടെ ഇൻഷാ അല്ലാ. ഇവിടെ നാടൻ കോഴി കിട്ടട്ടെ. നമുക്ക് കുറച്ച് പെട്ടക്കുട്ടികളെ നമ്മൾ കോഴിനെ വളർത്തുള്ള പരിപാടിയാ. നിങ്ങളെ തന്നാലും അതിന് പൈസ എന്താ വെച്ചാൽ തരാം. അപ്പൊ നമുക്ക് പുറത്തിരിക്കാൻ, അങ്ങനെ കാറ്റുകൊണ്ടിരിക്കാൻ തിണ്ട് അല്ലേ, കാവ്യൊക്കെ ഇട്ടിട്ട് നല്ല ഇതിൽ ചെയ്തിട്ടുണ്ട്. മരം കുഴപ്പമില്ലല്ലോ. തേക്കാണ്. ഞാൻ ഈ പെര പുറമെന്ന് കണ്ടപ്പോഴേ മരം വല്ല ഇതുവാണോ വിചാരിച്ചു. തേക്ക് മരമാണ് അല്ലേ. അത് നന്നായിട്ടുണ്ട്. അതുകൊണ്ട് കയറി കഴിഞ്ഞാൽ വലിയൊരു ഹാളാണ് അല്ലേ. വലിയൊരു ഹാളിൽ 1, 2, 3 റൂമാണല്ലോ. വീട് പഴയ വീടാണ് കേട്ടോ. വീട് പഴയ വീടാണ്. പക്ഷെ ഇവിടെ നമുക്ക് ഒരു റൂമുണ്ട് ചെറുതായിട്ട്. അപ്പൊ ഇവിടെ അങ്ങനെ വേഗം കേൾക്കും. കാരണം എന്താ പറയുക, ലാസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ആൾക്കാരോട്. ഫൈനലില് കുറച്ച് കാര്യങ്ങൾ ആളുകൾ ശ്രദ്ധിക്കണം. എന്റെ വീട് കാണുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ ഫൈനലിൽ വൈൻഡപ്പ് ചെയ്യുമ്പോൾ കുറച്ച് 1-2 കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാണ്ട്. അപ്പൊ അതും കൂടി കേട്ടിട്ട് നിങ്ങൾ ചാനൽ ഓഫ് ആക്കാൻ പാടുള്ളൂ. ഇതൊരു റൂം, ഇത് വലിയ റൂമാണ്. ഒരു ചെറിയ റൂമും ഒരു വലിയ റൂമും കണ്ടു. ഇനി ഒരു റൂം കൂടി ഉണ്ട്, അതും അത്യാവശ്യം വലിപ്പമുണ്ട് അല്ലേ. ഇവിടെ ഒരു റൂമുണ്ട്. അപ്പൊ 3 റൂമുണ്ട്. ഇവിടെ അടുക്കള ഉണ്ട്. പുറത്ത് വേറെ വർക്ക് ഏരിയ വേറെ ഉണ്ട്, ചോറ് വെക്കാനുള്ള സാധാ അല്ലേ. ആ സൗകര്യം വേറെ ഉണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് കുഴപ്പമൊന്നുമില്ല. ഒരു ചെറിയ കുടുംബത്തിനൊക്കെ വന്ന് താമസിക്കുകയാണെങ്കിലേ കുഴപ്പമൊന്നുമില്ല. ബസ് റൂട്ടിന്റെ അടുത്തല്ലേ, എപ്പോഴും ബസ് ഉണ്ടാവില്ലേ. എപ്പോഴും ബസ് ഉണ്ടാവും. ബസ് റൂട്ട് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാം കണ്ടില്ല. ഇനി ബാക്കി കാര്യങ്ങൾ അപ്പണ്ട് പറഞ്ഞുതരട്ടെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, നിങ്ങൾ ഈ വീട് കണ്ടു, വീടിന്റെ പരിസരം കണ്ടു അല്ലേ. ഇത് ചൂലിപ്പാടം എന്ന സ്ഥലത്താണ്. ചൂലിപ്പാടം വരുന്നത് പാലക്കാട് ജില്ലയിലാണ്. പുതുക്കോട് അടുത്താണ് കേട്ടോ. പുതുക്കോട് ഇതിന്റെ തൊട്ടടുത്താണ്. അതുപോലെ പഴയന്നൂർ ഇവിടുന്ന് 10 കിലോമീറ്റർ ആണ്. എളനാട് 5 കിലോമീറ്റർ ആണ്.
അപ്പൊ പിന്നെ പാലക്കാടിന്റെയും തൃശ്ശൂരിന്റെയും ബോർഡറിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ രണ്ട് ജില്ലയുടെയും ഒരു നടുവിലായിട്ട് എന്ന് തന്നെ പറയാം. ഇതാണ് ബൗണ്ടറി തിരിക്കുന്ന ഏരിയ. അപ്പൊ ഇതിന് നടുവിൽ നിൽക്കുന്ന ഈ 19 സെന്റ് സ്ഥലം വീട്, ഇതിലുള്ള കുഴിക്കൂർ സമയങ്ങൾ കോഴിക്കോട് ഒഴികെ, കോഴിക്കോട് പോയിട്ടില്ല, ബാക്കി എല്ലാം പാടെ നമ്മൾ തരാൻ പോകുന്നത് വെറും 13,13,000 റുപ്യാണ്. 13,13,000 എന്ന് പറയുമ്പോൾ 13 ലക്ഷം രൂപയെന്ന് ഒരു രൂപ പോലും നെഗോഷ്യബിൾ ഇല്ലാത്ത രീതിയിൽ തന്നെയാണ്. ഫിക്സഡ് റേറ്റ് ആണ്. 13,000 റുപ്യ നമ്മുടെ കമ്മീഷന്റെ ഇതിലാണ് വാങ്ങുന്നവർ തരേണ്ടത്. അപ്പൊ അത് കണക്കാക്കിയിട്ട് 13,13 പറയുന്നത്. അപ്പൊ ഇൻഷാ അല്ലാഹ് എന്റെ ചാനലിൽ നമ്മൾ ഫൈനൽ റേറ്റിലാണ് തീരുമാനിച്ചത് വെച്ചാൽ ഒരുപാട് യൂട്യൂബർമാർ, ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ നമ്മുടെ ഫൈനൽ റേറ്റ് ഞാൻ ഇടുള്ളൂ. കാരണം നമ്മളെ പ്രതീക്ഷിച്ച് നമ്മളെ കണ്ടുവരുന്ന ആളുകളാണ്. അപ്പൊ ഒരുപാട് ആളുകൾ ഇപ്പോൾ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്ത കാലഘട്ടമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കിട്ടേണ്ട റേറ്റ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ റേറ്റ് ആണ് നമ്മൾ പറയുന്നത്. കാരണം ഇപ്പൊ മിനിഞ്ഞാന്നൊരു വീഡിയോ പോസ്റ്റ് ചെയ്തായിരുന്നു. നമ്മൾ 9.25 ലക്ഷത്തിനാണ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഈ 9.25 ലക്ഷത്തിന് വീഡിയോ പോസ്റ്റ് ചെയ്തത് 17 സെന്റ് സ്ഥലം വീടുമായിരുന്നു. അതിപ്പോ ഇന്നലെ തന്നെ സോൾഡ് ഔട്ട് ആയി. അപ്പൊ ചില ആളുകൾ നമ്മൾ ഈ സ്ഥലം കാണാൻ വരാന്ന് പറഞ്ഞിട്ട് പറഞ്ഞ ടൈമിന് വരില്ല. നമുക്കിവിടെ പിടിച്ചു നിർത്താൻ പറ്റില്ല. ആരാണോ ആദ്യം ഇവിടെ അഡ്വാൻസ് കൊടുക്കുന്ന അവർക്കാണ് നമ്മൾ പ്രോപ്പർട്ടി കൊടുക്കാൻ സാധിക്കുള്ളൂ. പ്രത്യേകിച്ച് എന്റെ ചാനലിൽ ഇടുന്നവർ 25,000 റുപ്യാണ് ടോക്കൺ. 25,000, അല്ലാതെ ഒരു 500 തന്നിട്ട് ഒരു 1000 തന്നിട്ട് നമ്മൾ ടോക്കൺ സ്വീകരിക്കുന്നതല്ല. കാരണം എന്താ വെച്ചാൽ ചില ബ്രോക്കർമാരുടെ ചില കച്ചവടക്കാരനെ വന്നിട്ട് ചിലപ്പോൾ ഒരു 1000 പിടിപ്പിക്കും. 1000 പിടിച്ച് ടോക്കൺ കഴിഞ്ഞാൽ അവർ വേറെ ആരും തേടി പിടിച്ചുകൊണ്ട് കൊണ്ടുവരാം. ഇത് അങ്ങനെയല്ല. 25,000 റുപ്യ ടോക്കൺ തരുന്നവർക്ക് മാത്രമാണ് ബിസ്മി റിയൽ എസ്റ്റേറ്റിന്റെ ഇതിൽ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് ബിസിനസ് വരുന്നവർക്ക് ഇത് തീർച്ചയായും 25,000 റുപ്യ ടോക്കൺ. അതിന് കഴിഞ്ഞതിന് ശേഷം എഗ്രിമെന്റിന് നിങ്ങൾ എത്രയാണോ അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. കാലാവധി 2-3 മാസം നമുക്ക് കിട്ടും, ചിലപ്പോൾ 4 മാസവും കിട്ടും, ചിലപ്പോൾ സ്പോട്ടിൽ ചെയ്യുന്നവരുണ്ടാവും. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം. പിന്നെ വേറെ ഒന്ന് രണ്ട് കാര്യം പറയാനുള്ളത്, ഇൻഷാ അല്ലാഹ് ജനുവരി 1-ാം തീയതി ന്യൂ ഇയർ പ്രമാണിച്ച് പെരിന്തൽമണ്ണയിൽ മലപ്പുറം ജില്ലയിലെ ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് എൻക്വയറി നമുക്ക് മലപ്പുറം ജില്ലയിൽ ചെറിയ ചെറിയ വീടുകൾ ഇവിടുത്തെ കാണുമ്പോൾ അവിടെ അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എൻക്വയറി വരുന്നുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് ജനുവരി 1-ാം തീയതി മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ ജൂബിലി റോഡില് നമ്മൾ കൃത്യം 10 മണിക്കാണ് നമ്മുടെ ഓഫീസ്. ജൂബിലി റോഡില് 10 മണിക്ക് ഉദ്ഘാടനം ഉണ്ടായിരിക്കും. എന്റെ ചാനൽ കാണുന്ന എല്ലാ ഹബീബിങ്ങളെയും ജൂബിലി റോഡിലേക്ക് ക്ഷണിക്കുകയാണ്. ഗ്യാസ് ഗോഡൌണിന്റെ തൊട്ടതാണ് നമ്മുടെ ഓഫീസ്. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇത് ഷെയർ ചെയ്യും എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് വേറെ ചില ആളുകൾ എന്റെ ചാനൽ കണ്ടിട്ട് ഈ സാധനം കണ്ടിട്ട്, കാരണം എല്ലാം കാണിച്ചു കൊടുക്കണ്ടല്ലോ, നേരിട്ടിട്ട് വിദേശ രാജ്യത്ത് നിന്ന് ഫണ്ട് അയച്ചു തരുന്നുണ്ട്. അവർക്ക് സാധനം കണ്ട വീഡിയോയിൽ കണ്ടാൽ മതി എന്നാ പറയാ. അപ്പൊ അങ്ങനത്തെ ആളുകളുണ്ട്. അപ്പൊ അങ്ങനത്തെ ആളുകൾ അയച്ചു തരുമ്പോൾ ഒരിക്കലും നമ്മൾ അഡ്വാൻസ് തിരിച്ചു കിട്ടുന്നതല്ല. ഇപ്പൊ നിങ്ങൾ ആള് വന്ന് കണ്ടു പറ്റിയില്ല പറഞ്ഞാൽ അഡ്വാൻസ് തിരിച്ചു കിട്ടില്ല. കാരണം നമ്മൾ ആര് അഡ്വാൻസ് വന്നോ അപ്പൊ സോൾഡ് ഔട്ട് ചെയ്യാണ്. സോൾഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ചാനൽ നമ്മൾ വേറെ ഓപ്പൺ ചെയ്യുന്നില്ല. അപ്പൊ വിറ്റു എന്നുള്ളത് തന്നെ. അപ്പോൾ ചിലപ്പോൾ 2 ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടോ 48 മണിക്കൂർ കൊണ്ടാണ് മിഞ്ഞാന്നിട്ട വീഡിയോ കച്ചവടം കഴിഞ്ഞത്, 4 വീഡിയോ കച്ചവടം കഴിഞ്ഞത്. അതേപോലെ 24 മണിക്കൂറിനും 48 മണിക്കൂറിനും അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടൊക്കെ സോൾഡ് ഔട്ട് ആവുന്ന വീടുകളാണ് ഇങ്ങനത്തെ വീടുകൾ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളോട് പറയുന്നത് എല്ലാവരെയും ഞാൻ പെരിന്തൽമണ്ണയ്ക്ക് ക്ഷണിക്കുന്നു. ഇൻഷാ അല്ലാഹ് ജനുവരി 1 ഹാപ്പി ന്യൂ ഇയർ പ്രമാണിച്ച് അപ്പൊ എന്റെ ചാനൽ ഓരോരുത്തരും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ള ഗ്രൂപ്പുകൾ എത്തിക്കണം. ഇൻഷാ അല്ലാഹ് ഏകപ്പെട്ട പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് മലപ്പുറം ജില്ലയിലേക്ക് വരികയാണ്. കാരണം 8-ന് 10-ന് 15-ന് വീട് അന്വേഷിച്ചിട്ട് ഇവിടെ പാലക്കാട് ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലും ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ ബഡ്ജറ്റ് വീടുകൾ കാണാറുണ്ട്. അപ്പൊ അത് മലപ്പുറത്തുള്ള ആളുകൾക്ക് വേണമെന്ന് പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് മലപ്പുറത്തുള്ള ഏതെങ്കിലും ആളുകൾ ബ്രോക്കേഴ്സ് നമ്മളോട് പിന്നെ സഹകരിക്കുകയാണെങ്കിൽ അവരെയും ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ കച്ചവടം ചെയ്യുക. അപ്പൊ നിലമ്പൂർ, വഴിക്കടവ്, മണിമൂളി എന്നീ ഭാഗങ്ങളിൽ, അതേമാതിരി തിരൂർ, താന്നൂർ, വരപ്പനങ്ങാടി ഭാഗങ്ങളിൽ, അതേമാതിരി പൊന്നാനി ഭാഗങ്ങൾ, മലപ്പുറം ജില്ലയുടെ പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് ബ്രോക്കേഴ്സിന് ആവശ്യമുണ്ട്. ഇൻഷാ അല്ലാഹ് എന്റെ ചാനലിലെ നമ്പറുമായിട്ട് ബന്ധപ്പെടുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും കുലുക്കും മഅസ്സലാമ.